they don't mind, I don't mind, then what's the problem with Shahnawaz? Actually, he's playing a very cheap strategy. ഞാൻ കണ്ടിട്ടുണ്ട് വളരെ മോശമായിട്ട് ജിസേലിനെ അക്ബർ നോക്കുന്നത്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ വീഡിയോ ആണ് കേട്ടോ. നമ്മളിതിന് മുന്നേ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, പുറത്തുണ്ടാക്കുന്ന ഡിസ്കഷൻസ്, ചർച്ചകൾ അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളെ ചർച്ച ചെയ്യുന്ന നമ്മുടെ എക്സ്ട്രാ വീഡിയോസ് ഉണ്ടായിരിക്കുന്നുള്ളത്. അപ്പോൾ അതുപോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ 2 ക്ലിപ്പ് കണ്ടു അല്ലേ? നിങ്ങൾക്ക് ആരാന്നുള്ളത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കണം. മനസ്സിലാവാത്തവർക്കായിട്ട് ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ്, യെസ്, ഡോക്ടർ ഷെറീൻ ഖാൻ, അക്ബർ ഖാൻ, അതായത് ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് അക്ബറിൻ്റെ വൈഫാണ്. അക്ബറിൻ്റെ വൈഫ് സോഷ്യൽ മീഡിയയിൽ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പങ്കുവച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ്, വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ഇന്നലെ തന്നെ ഈ ഒരു വിഷയം ഡിസ്കസ് ചെയ്ത സമയത്ത് കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതായത് ഇന്നലെ രാത്രി എപ്പിസോഡ് തീരുന്ന സമയത്ത് ഷാനവാസും ഒനിയിൽ ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ജിസേലിനോട് സംസാരിക്കുന്നുണ്ട്. ജിസേലിനോട് അക്ബറിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്, അവിടെ ഒരു 1-1 ഗെയിം വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുമാണ് മുന്നിൽ നിൽക്കുന്നത്. ഒന്ന് ഷാനവാസും ഓപ്പോസിറ്റായിട്ട് അക്ബറും. ഡസൻ മീൻ അക്ബർ ഭയങ്കര സ്ട്രോങ് പ്ലെയറാണെന്ന് പറയുന്നില്ല, പക്ഷേ അക്ബറിന് അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ഉണ്ട്. അയാളുടെ നാക്കൊന്നും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല രീതിയിൽ പോവാം. അപ്പോൾ എന്തായാലും ഒരു 1-1 ഫൈറ്റ് എന്നുള്ള കണ്ടീഷനിൽ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പരസ്പരം മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രതിയോഗികൾ എന്ന് പറഞ്ഞാൽ അക്ബർ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഷാനവാസിനെയും ഷാനവാസ് അക്ബറിനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം ഷോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിരോധിക്കാൻ വേണ്ടി ഇവർ പല സ്ട്രാറ്റജി ഇറക്കും, പല ഗെയിംസും ഇറക്കും അല്ലേ? ഗെയിം സ്ട്രാറ്റജീസ് എന്ത് വേണമെങ്കിൽ അവർക്ക് ചെയ്യാം. ഞാൻ പറയുമ്പോൾ നമുക്ക് തോന്നിപ്പോവും ചില കാര്യങ്ങളിലൊക്കെ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ. പക്ഷേ സ്കൈ ഇസ് ദ ലിമിറ്റ്. ആസ് ലോങ് ആസ് ഈ ഒരു റൂൾ ബുക്ക്, അതായത് ബിഗ് ബോസിൻ്റെ റൂൾസിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മൈൻഡ് ഗെയിംസ് ആണെങ്കിലും മറ്റുള്ള ആളുടെ ക്യാരക്ടറെ ടാർണിഷ് ചെയ്തിട്ടും അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിൽ ഇവർ കളിക്കും. കാരണം അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഷാനവാസ് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഒരു പുരുഷനെ, ഞാൻ അനുമോളുടെ വിഷയം വന്ന സമയത്താണ് ഇത് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അതായത് അക്ബർ ഖാനെ കുറിച്ച് ഈ ബിഗ് ബോസിൽ ഇപ്പോൾ ഈ സീസണിൽ ആദ്യത്തെ വ്യക്തിയല്ല ഷാനവാസ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. 2 വശം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അക്ബറിനെ കുറിച്ച് ഇതിന് മുന്നേ അനുമോൾ മറ്റുള്ള സ്ത്രീ മത്സരാർത്ഥികളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് അവൻ്റെ നോട്ടം ഇഷ്ടപ്പെടുന്നില്ല, അവൻ്റെ നോട്ടം ശരിയല്ല. ഈ നോട്ടം ശരിയല്ല എന്നുള്ള കാര്യത്തിന് ഒരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു ഇത് പ്രകാരം ഒരു 90% അല്ലെങ്കിൽ 95% സ്ത്രീകൾ അങ്ങനെ പറയുന്ന സമയത്ത് അവൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറയുമ്പോൾ അവൻ്റെ നോട്ടം, ഒരു സ്ത്രീയോടുള്ള സമീപനം, അത് ഒരു പെർവേർട്ടഡ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ റിമാർക്സോട് കൂടിയുള്ള നോട്ടമാണ് എന്നാണ് പൊതുവെ ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. അനുമോൾ ഈ ഒരു സംഗതി പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു. ഞാൻ അന്ന് ആ വീഡിയോ കണ്ട സമയത്ത് തന്നെ പറഞ്ഞു, ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം ലാലേട്ടൻ നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കണം. കാരണം വെച്ചാൽ അഥവാ ഇത് ഗെയിമിന് വേണ്ടി കളിക്കുന്ന കളിയാണെങ്കിൽ ഒരു പുരുഷനെ, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു പുരുഷനെ ഏറ്റവും കൂടുതൽ അയാളുടെ മോറൽ സൈഡ് ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അന്ന് അവിടെ അനുമോൾ ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ ലാലേട്ടൻ ആ വീക്കെൻഡ് എപ്പിസോഡിൽ അന്ന് വളരെ കൃത്യമായി ചോദ്യം ചെയ്തു. അനുമോൾ ആ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി. അനുമോൾ പറഞ്ഞു, ഞാൻ അത് ഉദ്ദേശിച്ചിട്ടുള്ള പറഞ്ഞിട്ട് അവിടെ അക്ബറിനെ, അത്രയും വിഷമിച്ചിട്ടുള്ള അക്ബറിനെ കണ്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഹീസ് മാരീഡ്, അയാൾക്കൊരു കുടുംബമുണ്ട് പുറത്ത്, ആളുടെ വൈഫാണ് ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രത്തോളം വിഷമം അയാൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാനൊന്ന് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതോടുകൂടി മാറ്റി അക്ബറിന് അവിടെ ഈ കേസിൽ ഒരു ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി ഷാനവാസ് ജിസേലിനോട് പിന്നെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, നിങ്ങൾ അതിൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഞാനത് ഒന്നും കൂടി ഇവിടെ പ്ലേ ചെയ്യാം, എന്താണ് ഷാനവാസ് പറഞ്ഞെന്നുള്ളത്. അതായത് ഇവൻ്റെ നോട്ടം, ജിസേലിനോടുള്ളവൻ്റെ നോട്ടം ശരിയല്ല എന്ന് മാത്രമല്ല, അക്ബർ ഈ നോക്കുന്ന നോട്ടം ഞാൻ കണ്ടു, അത് കഴിഞ്ഞ് എന്നെ നോക്കി അവൻ വരും, മറ്റേ ചിരി ചിരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ട് ഔട്ട് പോകേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഷാനവാസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ അതങ്ങനെ അവിടെ ഉണ്ടായി എന്നുള്ള കാര്യം നമുക്കറിയില്ല. സ്വാഭാവികമായിട്ടും 2 രീതിയിൽ വേണമെങ്കിൽ ആൾക്കാർക്ക് ചിന്തിക്കാം. നമുക്ക് വേണ്ടി ചിന്തിക്കാം, ഗെയിം സ്ട്രാറ്റജി ആയിട്ട് ചിലപ്പോൾ ഇവൻ പറഞ്ഞതായിരിക്കും ഷാനവാസ് എന്ന് ചിന്തിക്കാം. അല്ലെങ്കിൽ ചിന്തിക്കാം, ശരിക്കും അക്ബർ ഇതേ സ്വഭാവമുള്ള ആളാണ്, വളരെ പെർവേർട്ടഡ്, അതായത് ഈ പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീകളെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ നോക്കുന്ന
നടക്കുന്ന ഒരു ഞരമ്പനാണെന്ന് വേണമെങ്കിൽ അക്ബറിനെ കുറിച്ച് പറഞ്ഞൂടെ? അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായിട്ടും ലാലേട്ടൻ ഇപ്രാവശ്യം വരുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യണം. അത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യൂ. എനിക്കറിയില്ല അത് എത്രത്തോളം റീച്ച് കിട്ടും, ബിഗ് ബോസിലേക്ക് എത്തും എന്നുള്ള അറിയില്ല. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് ആ ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക. കാരണം വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഡെഫിനറ്റ്ലി അത് ആടിനെ പട്ടി, പട്ടീനെ പേപ്പട്ടി ഇവരെ തല്ലിക്കില്ല. കാരണം ആ ഒരു കണ്ടീഷനിലുള്ള ഷോ ആണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ അവരത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരാളുടെ ഇതുപോലത്തെ കാര്യങ്ങൾ ഒന്നുകിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അയാൾ അങ്ങനത്തെ ടൈപ്പാണെങ്കിൽ അത് പോർട്രേ ചെയ്ത് പുറത്തേക്ക് പോയിക്കോട്ടെ. പക്ഷേ അത് ക്ലിയർ ചെയ്യേണ്ടത് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഈ വിഷയം റിലേറ്റഡ് ആയിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ അക്ബർ ഖാൻ്റെ വൈഫ് ഡോക്ടർ ഷെറീൻ ഖാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ഫസ്റ്റ് പോർഷനാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് പ്ലേ ചെയ്യാം കേട്ടോ. ഹായ് ഗൈസ്, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ രാത്രി ഞാൻ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടു. അതിൽ ഷെഹനവാസ് അക്ബറിക്കുനെ പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഷെഹനവാസ് പറഞ്ഞു, ഞാൻ കണ്ടതാണ് വളരെ മോശമായിട്ട് ഗിസൈലിനെ അക്ബർ നോക്കുന്നത്. ഗൈസ്, നോ യു ഓൾ ടെൽ മി, ഇത് ഇത്ര മോശമായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എനിക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യാൻ തന്നെ തോന്നില്ല. ഈവൻ ഗിസൈൽ പറഞ്ഞു, ഞാനൊരു അന്യത്തി പോലെയാണ്, അക്ബറിൻ്റെ ഒരു ബ്രദർ പോലെയാണ്. ഈവൻ ഐ ഫെൽ ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്, ദേ വിൽ ജോക്ക് അബൌട്ട് ഈച്ച് അതർ. ഇത് സത്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എത്ര മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, അത് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഇഷ്യൂ. നമുക്ക് അറിയില്ല അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നു എന്നുള്ളത്. ഈവൻ ഞാൻ പോലും അങ്ങനെയാണ് പറയുന്നത്. ഞാൻ പോലും ഉദ്ദേശിച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നു, ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നുമായിരിക്കാം. അങ്ങനെ തോന്നുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ അത് അത്രയും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത്രയും കോൺഫിഡൻസോട് കൂടി തോന്നുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം. ഷാനവാസ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് തെളിയിക്കേണ്ടത് സീരിയസ്ലി അത് ബിഗ് ബോസിൻ്റെ ഉത്തരവാദിത്തമാണ്. ബിഗ് ബോസിൻ്റെ ഡയറക്ടർ ആരാണോ വളരെ സീരിയസ് ആയിട്ട് ഇത് കാര്യമായിട്ടുള്ളൊരു കോണ്ടന്റ് ആണ് ബിഗ് ബോസിൽ. They don't mind, I don't mind, then what's the problem with Shahnawaz? Actually, he's playing a very cheap strategy. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് അറിയാം, സോ ഐ ഡോണ്ട് കെയർ. സോ ഗൈസ്, പ്ലീസ് വാച്ച് ദ ഗെയിം പ്രോപ്പർലി ആൻഡ് വോട്ട് വൈസ്ലി. വെരി ഗുഡ്. എനിക്ക് ഒരു ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും ടച്ച് ചെയ്തു. ദിസ് ഈസ് വാട്ട് എവറി ഹസ്ബൻഡ് വാണ്ട്സ്. അയാൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഏതൊരു ഭർത്താവിനും അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്കാണെങ്കിലും തൻ്റെ പാർട്ട്ണർ നമ്മളെ പരിപൂർണമായിട്ട് വിശ്വസിക്കുക എന്നുള്ള സംഗതിയാണ് അതിൽ ഏറ്റവും വലുത്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് വളരെ ചീപ്പ് സ്ട്രാറ്റജിയാണ് ഷാനവാസ് ഉപയോഗിക്കുന്നത്. ഐ ടോട്ടലി അഗ്രി വിത്ത് ഹെർ. ഇഫ് ദിസ് ഇസ് ഞാൻ എന്താ വെച്ചാൽ ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് തെറ്റായിട്ടുള്ളൊരു സംഭവമാണ്. ഇതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് ഷാനവാസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് വെരി ചീപ്പ് ഓഫ് ഷാനവാസ് ടു ഡു ഇറ്റ്. ഇത് ഞാൻ പറയും. ഞാൻ ഈ പല കേസിലും ഷാനവാസിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. നമ്മൾ ആരുടെയും ഫാനൊന്നുമല്ല, പക്ഷേ കണ്ട മാതിരി പറയുകയാണ് ഈ ഒരു സംഭവം. ബട്ട് ഓൺ ദി അതർ സൈഡ് ഈ പറഞ്ഞ ചങ്ങാതി ഇവൻ ഈ അക്ബർ റിയലി അതുപോലത്തെ ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവൻ എക്സ്പോസ് ചെയ്യപ്പെടണം. എന്താണ് ഷാനവാസ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് വളരെ മോശമായിട്ട് ജിസേലിനെ അക്ബർ നോക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ. ഇല്ല, ഈ കണ്ടുകൊണ്ടോ ഗോഡ് പ്രോമിസ് ഞാൻ കണ്ടു. ഇതൊരു ഗെയിമിന്റെ ഭാഗമല്ല. ഞാൻ റിയാലിറ്റി കണ്ട. ഞാൻ എന്താ ഇവരിങ്ങനെ നോക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് അവൻ നോക്കണേ ഞാൻ കണ്ടു ചെയ്തു. എന്നിട്ട് എന്നോട് ചിരിച്ചു ചെയ്തു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കണ്ട നോട്ടം അങ്ങനല്ല. അവൻ നിങ്ങളെ നോക്കുന്നത് കണ്ട് ഞാൻ അങ്ങനെ അല്ല എന്നാ പറഞ്ഞത്. അല്ല, നിങ്ങളുടെ നോട്ടം ദേഷ്യം നോട്ടം. എന്റെ നോട്ടം ദേശീയ നോട്ടോ മറ്റേ നോട്ടമൊന്നല്ല. അക്ബറിന്റെ നോട്ടത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്റെ നോട്ടത്തിനെ കുറിച്ച് പറയണ്ട. എന്റെ നോട്ടത്തിനെ കുറിച്ച് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അതെന്താ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന എന്തിനാ? നിങ്ങൾക്ക് ആരെയാ മറ്റേ ഫേവർ ചെയ്ത് നിൽക്കേണ്ടത്? യെസ്, ഇതാണ് ആ ഒരു ക്ലിപ്പ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, അക്ബറിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഹീ ഹാസ് ടു ബി എക്സ്പോസ്ഡ്. പക്ഷേ ആ ചെറുപ്പക്കാരൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഷാനവാസിൻ്റെ ഗെയിമാണിതെങ്കിൽ അയാൾക്കൊരു കുടുംബമുണ്ട് പുറത്ത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനറ്റ്ലി ബിഗ് ബോസിനെ സംബന്ധിച്ച് ഇതൊരു അടിപൊളി കോണ്ടന്റ് ആണ്. അടുത്ത വീക്കെൻഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഈ വീഡിയോ അവിടെ കാണിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാണിക്കണം. ഷാനവാസ് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഹൗസിൽ കാണിക്കണം നിർബന്ധമായിട്ടും. കാരണം വെച്ചാൽ ആ ഒരു കാണിക്കുന്നതോടുകൂടി അവിടെ അടുത്ത പ്രശ്നം രൂപപ്പെടുന്നുള്ള 100% ഷുവറാണ്. അവർ തമ്മിലുള്ള ആ ഒരു പോട്ടി ഉണ്ടല്ലോ, ജഗട ആ സാധനം ഒന്നും കൂടി അടിപൊളിയായിട്ട് വരും. എന്താണെങ്കിലും ഇതാണ് ഈ ഒരു വീഡിയോനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ സംഭവം, ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം സംബഡി ഹസ് ടോൾഡ് അബൌട്ട് ഈ ചങ്ങായിനെ കുറിച്ച്, ഈ അക്ബറിനെ കുറിച്ച് ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇനി അത് കണ്ടുകൊണ്ട് പിടിച്ചതാണോ ഷാനവാസ് എന്നുള്ളത് അറിയില്ല. കാരണം സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ചിന്തിക്കാം, ഒരാളെ പറ്റി അങ്ങനെ ഒരു ഇമേജ് ഉള്ള സമയത്ത് വീണ്ടും ഒരാൾ എടുത്ത് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത് ചർച്ചയാവും. അയാൾ അങ്ങനെയാണെന്നുള്ളത് ആക്കി തീർക്കാനുള്ള സിറ്റുവേഷൻ വരാം.
എന്താ അപ്പോൾ അതൊരവസ്ഥ? ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ഗിസേലുണ്ട്, അയമ്മ അങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത് വിചാരിച്ചിട്ട് ഈ കണ്ട ആണുങ്ങൾ മുഴുവൻ അതിൻ്റെ പിന്നാലെ നടക്കുക എന്ന് പറയുക, ഈ കണ്ട ആണുങ്ങൾ മുഴുവനും അതിൻ്റെ വേഷത്തേക്ക് ആ രീതിയിൽ പോകുമെന്ന് പറയുക. ഒരു കാര്യം, വൺ തിങ് ഇസ് ഫോർ ഷുവർ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്, ക്ലിപ്പ് എനിക്ക് പെട്ടെന്ന് തിരഞ്ഞെടുത്ത് കിട്ടുന്നില്ല, പെട്ടെന്ന് ഓർത്തതാണ്. ഫസ്റ്റ് ടൈം ഗിസേൽ കുനിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവരുടെ ബാക്ക് നോക്കിയിട്ട് നവീൻ വാവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല, ഞാൻ കണ്ടു, തിരഞ്ഞാൽ കിട്ടായൊന്നുമില്ല. എനിക്കൊന്നും അവിടെ ഇവിടെ ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു വീഡിയോ ക്ലിപ്പാണ്. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് നെവിൻ്റെ കാര്യത്തിലും അതെ, എനിക്ക് അത്ര വലിയൊരു ക്ലിയർ ആയിട്ട് എനിക്ക് അവൻ്റെ ആ ഒരു സ്ഥിതി കണ്ടുകൊണ്ടാണ് എനിക്ക് വലിയ താല്പര്യമുള്ള ചങ്ങയല്ല. ബിക്കോസ് ടിൽ ദ ടൈം ഹി ഡസ് നോട്ട് സ്പീക്ക് അബൌട്ട് അവൻ്റെ ആ സെക്ഷൽ ഇതുണ്ടല്ലോ, ഓറിയൻറ്റേഷൻ അല്ലേ പറയുന്നത്, അത് സംസാരിക്കാത്തടത്തോളം കാലം അവൻ എപ്പോഴും സംശയത്തിൻ്റെ ഒരു നിഴലിൽ നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ ആ ജിസേൽ കുനിയുന്ന സമയത്ത് ബാക്ക് നോക്കിയിട്ട് നവീൻ പറഞ്ഞതാണ് വാ എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ്. അത് അതിനുള്ള നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, അത് ഒരു ക്ലിപ്പുണ്ട്. വോട്ടെവർ, എന്തായാലും എന്താണ് ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ലൈവ് അപ്ഡേറ്റ്സ്, പിന്നെ നമ്മുടെ എക്സ്ട്രാസ് അല്ലെങ്കിൽ എപ്പിസോഡ് റിവ്യൂ, ഇൻ ടോട്ടൽ ബിഗ് ബോസ് റിവ്യൂ ഈ ചാനലിലൂടെ വരും. അത് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.